സ്ഥൂലപരിണാമം ശാസ്ത്രീയമല്ല എന്നാണല്ലോ ഇതുവരെ പറഞ്ഞു വന്നത്. അങ്ങനെയാണെങ്കിൽ നിരവധി വേദികളിൽ നിന്ന് സ്ഥൂലപരിണാമം ശാസ്ത്രീയമാണ് എന്നതിന് നൂറുകണക്കിന് തെളിവുകൾ ഉദ്ധരിക്കാൻ സാധിക്കും എന്നാണ് ഇന്നത്തെ പരിണാമ വിശ്വാസികൾ പറഞ്ഞു വരുന്നത്. അതിനെക്കുറിച്ച്, ആ തെളിവുകളെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്ന ഒരു ചോദ്യമാണ് ഇവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. നൂറുകണക്കിന് തെളിവുകൾ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് തെളിവുകൾ എന്നൊക്കെ പറയുന്നത് അത് ഒരു കേവലം അവകാശവാദം മാത്രമാണ്. സ്ഥൂല പരിണാമത്തെ സ്ഥാപിക്കാൻ, സ്ഥിരീകരിക്കാൻ ഉതകുന്ന തെളിവുകൾ ലഭ്യമല്ല എന്ന് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ചില കാര്യങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ട് അത് പരിണാമത്തിനുള്ള തെളിവാണ്, ഇത് പരിണാമത്തിനുള്ള തെളിവാണ്, ഇപ്പോൾ ധാരാളമായി തെളിവുകൾ നമ്മുടെ കയ്യിലുണ്ട് എന്നൊക്കെ ചില ആളുകൾ പറയുന്നതും എഴുതുന്നതും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമുക്ക് ആ വിഷയത്തിലേക്ക് വരാം. ഒരർത്ഥത്തിൽ മൈക്രോ ഇവല്യൂഷൻ അഥവാ സൂക്ഷ്മ പരിണാമത്തെക്കുറിച്ചാണ് ഈ സംസാരിക്കുന്നതെങ്കിൽ അതിന് തെളിവുകളുണ്ട് എന്ന് നമ്മൾ നേരത്തെ സമർത്ഥിച്ചതാണ്. ധാരാളമായി ശാസ്ത്രീയമായി അതിനെ തെളിയിക്കാൻ സാധിക്കും എന്ന കാര്യവും നമ്മൾ സമ്മതിച്ചതാണ്. നേരെ മറിച്ച് സ്ഥൂല പരിണാമം അഥവാ ഒരു ജീവിവർഗം മറ്റൊരു ജീവിവർഗമായി മാറുന്ന പ്രക്രിയയ്ക്ക് തെളിവുകൾ സമർത്ഥിക്കാൻ സാധ്യമല്ല എന്നായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞു വച്ചിരുന്നത്. സ്ഥൂല പരിണാമത്തിന് തെളിവുകളുണ്ട് എന്ന് പറയുന്നവർ, പരിണാമ വിശ്വാസികളായ ആളുകൾ, അവർ അവതരിപ്പിക്കാറുള്ള തെളിവുകളിൽ ഏതാനും ചിലത് നമുക്ക് ചർച്ച ചെയ്യാം, നമുക്ക് മനസ്സിലാക്കാം. ഭൂമിയിൽ ജീവനുണ്ടായത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച ചർച്ചയിൽ നിന്നാണ് തെളിവുകളെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ആരംഭിക്കേണ്ടത് എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ആ വിഷയകമായി ചില കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കാനാണ് ഈ സമയം ഞാൻ ഉപയോഗപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ് ഭൂമിയിൽ ജീവനുണ്ടായത്? പരിണാമ വിശ്വാസികളായിരുന്നാലും അല്ലാത്തവരായിരുന്നാലും എന്തു മറുപടിയാണ് അതിന് നമുക്ക് പറയാനുള്ളത്? ഇന്നോളം നാം വികസിപ്പിച്ചെടുത്ത ശാസ്ത്രത്തിന്റെ എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിന് നമുക്ക് എന്തു മറുപടി പറയാൻ സാധിക്കും? ഇതിനെക്കുറിച്ച് നാം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ ഒരുപാട് സിദ്ധാന്തങ്ങൾ, അനുമാനങ്ങൾ, ഹൈപ്പോത്തിസിസുകൾ ഇന്ന് ലോകത്തുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതില് ഒരു 3-4 എണ്ണത്തെക്കുറിച്ച് മാത്രം വളരെ സംക്ഷിപ്തമായി സൂചിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മറ്റ് കാര്യങ്ങളിലേക്ക് നാം അങ്ങോട്ട് കടന്നു ചെന്നതുകൊണ്ട് പ്രത്യേകിച്ച് നാം ഉദ്ദേശിക്കുന്ന ഈ വിഷയത്തിന് ഒരു ഗുണം ലഭിക്കും എന്നൊന്നും തോന്നുന്നില്ല. സ്പോണ്ടേനിയസ് ജനറേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്ന തിയറി ജീവോൽപത്തിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ശാസ്ത്ര പുസ്തകങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഏതാണ്ട് 19-ാം നൂറ്റാണ്ട് വരെ ലോകത്ത് മനുഷ്യർ വ്യാപകമായി വിശ്വസിച്ചു കൊണ്ടിരുന്ന ജീവോൽപത്തി സിദ്ധാന്തമാണ് അത് എന്ന രീതിയിലാണ് പരിചയപ്പെടുത്തപ്പെടാറുള്ളത്. ഇത് പറയുന്നത് ജീവികൾ ഉത്ഭവിക്കുന്നത് നിർജീവ വസ്തുക്കളിൽ നിന്നാണ്. അഴുകിയ, ജീർണിച്ച, ചീഞ്ഞളിഞ്ഞ ഇലകൾ, ജീവിവർഗങ്ങളുടെ ശവശരീരങ്ങൾ, ഭക്ഷണ പദാർത്ഥങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്ന് പുതിയ ജീവനുകൾ ഉണ്ടായി വരുന്നു എന്ന് പറയുന്ന ഒരു സിദ്ധാന്തത്തിന്റെ പേരാണ് സ്പോണ്ടേനിയസ് ജനറേഷൻ. ഒരുപക്ഷെ നമ്മളും കണ്ടിട്ടുണ്ടാകാം. അഴുകിയ, ദ്രവിച്ച വസ്തുക്കളിൽ, അത് ഭക്ഷ്യവസ്തുക്കളാവട്ടെ അല്ലാത്ത വസ്തുക്കളാകട്ടെ, അതിനകത്ത് ചില പുഴുക്കളോ അതുപോലെയുള്ള മറ്റ് ചെറിയ ജീവികളോ ഒക്കെ ഉണ്ടാകുന്നത് നാം കണ്ടിട്ടുണ്ടാകാം. ജനങ്ങൾ അക്കാലത്ത് വിചാരിച്ചിരുന്നത് ഈ അഴുകിയ വസ്തുക്കളിൽ നിന്ന് ജീവൻ ഉത്ഭവിക്കുന്നു എന്നായിരുന്നു. ആ ഒരു വിശ്വാസം 19-ാം നൂറ്റാണ്ട് വരെ നിലനിന്നിരുന്നു എന്നാണ് ശാസ്ത്ര പുസ്തകങ്ങൾ നമുക്ക് വ്യക്തമാക്കി തരുന്നത്. എന്നാൽ 19-ാം നൂറ്റാണ്ടിൽ ഈ വിഷയത്തെക്കുറിച്ച് ഗവേഷണങ്ങൾ നടത്തുകയും പരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്ത ഫ്രഞ്ച് കെമിസ്റ്റായിരുന്ന ലൂയി പാസ്റ്റർ, അദ്ദേഹം ആണ് ഇത് സത്യമല്ല, ഇത് ശാസ്ത്രീയം അല്ല എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. അഴുകിയ, ദ്രവിച്ച വസ്തുക്കളിൽ നിന്ന് താനെ ജീവൻ ഉണ്ടാകില്ല. അഴുകിയതും ദ്രവിച്ചതുമായ വസ്തുക്കളിൽ ജീവൻ വരുന്നത് അത് പുറമേയുള്ള മറ്റ് സോഴ്സുകളിൽ നിന്നാണ് എന്ന് അദ്ദേഹം തെളിവുകൾ സഹിതം പരീക്ഷണങ്ങൾ നടത്തി തെളിയിച്ച് ലോകത്തിന് മുമ്പിൽ കാണിച്ചു കൊടുത്തു. ജീവൻ ഉണ്ടാകുന്നത് ജീവനുള്ള മറ്റു വസ്തുക്കളിൽ നിന്ന് മാത്രമേ സാധ്യമാകൂ എന്നാണ്. അഥവാ ജീവികളിൽ നിന്ന് മാത്രമേ ജീവികൾ ഉത്ഭവിക്കൂ എന്ന് പറയുന്ന ഒരു പുതിയ സിദ്ധാന്തത്തിന് രൂപകൽപ്പന നൽകുകയായിരുന്നു ലൂയി പാസ്റ്റർ. അതിന് ബയോജെനിസിസ് എന്ന പേരിലാണ് ആ സിദ്ധാന്തം ഇന്ന് ശാസ്ത്രലോകത്ത് അറിയപ്പെടുന്നത്. പ്രശസ്തരായ ഇറ്റാലിയൻ ശാസ്ത്രജ്ഞന്മാർ
ഫ്രാൻസിസ്കോ റെഡി, ലാസറോ സ്പെലൻസാനി തുടങ്ങിയ ആളുകളും ഈ വാദഗതിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ശാസ്ത്രലോകത്ത് നിലയുറപ്പിച്ച ആളുകളാണ്. ബയോജെനസിസ്, ജീവനുള്ളതിൽ നിന്ന് മാത്രമേ മറ്റൊരു ജീവനുള്ള വസ്തു ഉൽപ്പാദിപ്പിക്കപ്പെടുകയുള്ളൂ, ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം. അപ്പോൾ രണ്ട് സിദ്ധാന്തത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഒന്ന് സ്പോണ്ടേനിയസ് ജനറേഷൻ, മറ്റൊന്ന് ബയോജെനസിസ്. ശാസ്ത്രലോകത്ത് നിലനിൽക്കുന്ന ജീവോൽപത്തിയുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ സിദ്ധാന്തം തിയറി ഓഫ് പാൻസ്പെർമിയ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സിദ്ധാന്തമാണ്. 1930 കെമിസ്ട്രിയിൽ നൊബേൽ സമ്മാനം കരസ്ഥമാക്കിയ സ്വീഡിഷ് ശാസ്ത്രകാരനായ സ്വാൻസ് അറേനിയസ് എന്ന വ്യക്തിയാണ് ഈ ഒരു സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവായി അറിയപ്പെടുന്നത്. തിയറി ഓഫ് പാൻസ്പെർമിയ പറയുന്നത് ജീവൻ ഉത്ഭവിച്ചത് ഭൂമിയിലല്ല എന്നാണ്. പ്രപഞ്ചത്തിൽ മറ്റെവിടെയോ ഉത്ഭവിച്ച ജീവൻ വാൽനക്ഷത്രങ്ങൾ, ഉൽക്കകൾ, ചിഹ്നഗ്രഹങ്ങൾ തുടങ്ങിയുള്ള വസ്തുക്കൾ വഴി എങ്ങനെയൊക്കെയോ ഭൂമിയിൽ എത്തിച്ചേർന്നു എന്ന് പറയുന്ന സിദ്ധാന്തത്തിനാണ് തിയറി ഓഫ് പാൻസ്പെർമിയ എന്ന് നാം വിളിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഭൂമിയിൽ ജീവൻ എങ്ങനെയുണ്ടായി എന്ന ചോദ്യത്തിനുള്ള മറുപടിയൊന്നുമല്ല. മറ്റെവിടെയോ ജീവൻ ഉണ്ടായി ആവട്ടെ, ആ എവിടെയോ എന്ന് പറയുന്ന സ്ഥലത്ത് എങ്ങനെയാണ് ജീവൻ ഉത്ഭവിച്ചത് എന്ന ചോദ്യത്തിന് ഇതിൽ മറുപടിയില്ല. അതുകൊണ്ട് തന്നെ ശാസ്ത്രലോകത്ത് ഇന്ന് ഇതിന് കാര്യമായ പ്രസക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു. ആദ്യം പറഞ്ഞ രണ്ടു കാര്യങ്ങൾ അതും വേണ്ടത്ര ഇന്ന് ശാസ്ത്രലോകത്ത് ചർച്ചയിലില്ല. ഇന്ന് ശാസ്ത്രലോകം ചർച്ച ചെയ്യുന്നത് നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന സയൻസിന്റെ പാഠപുസ്തകങ്ങൾ മുതൽ വലിയ ഗ്രന്ഥങ്ങളിൽ വരെ ഇപ്പോൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് നാലാമത്തെ മറ്റൊരു സിദ്ധാന്തത്തെക്കുറിച്ചാണ്. തിയറി ഓഫ് കെമിക്കൽ ഇവല്യൂഷൻ എന്ന പേരിലാണ് ആ സിദ്ധാന്തം ഇന്ന് അറിയപ്പെടുന്നത്. ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനായ ജേബിയസ് ഹാൽഡൈൻ, അതുപോലെ റഷ്യൻ ശാസ്ത്രകാരനായിരുന്ന AI ഒപാരിൻ എന്നിവരുടെ പേരിലാണ് ഈ സിദ്ധാന്തം ഇന്ന് അറിയപ്പെടുന്നത്. ഈ രണ്ടുപേർ ചേർന്നുള്ള സിദ്ധാന്തം എന്ന നിലയ്ക്ക് ഒപാരിൻ ഹാൽഡൈൻ ഹൈപ്പോതെസിസ് എന്നും ഈ സിദ്ധാന്തത്തിന് പേര് വെച്ചിട്ടുണ്ട്. ഈ സിദ്ധാന്തം അനുസരിച്ച് ജീവജാലങ്ങൾ ഉത്ഭവിക്കുന്നതിന് മുമ്പുള്ള ഭൂമിയുടെ ആദിമ അന്തരീക്ഷം ഒരു പ്രത്യേക രീതിയിലുള്ളതായിരുന്നു. ഇന്ന് നാം കാണുന്ന ഭൂമിയുടെ അന്തരീക്ഷത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ മറ്റൊരു രീതിയിലുള്ള അന്തരീക്ഷമായിരുന്നു പണ്ടുകാലത്തുണ്ടായിരുന്നത് എന്നാണ് ഈ സിദ്ധാന്തം ആദ്യമായി മുന്നോട്ട് വയ്ക്കുന്നത്. ഈ സൈദ്ധാന്തികർ അഭിപ്രായപ്പെടുന്നത്, ഒന്ന്, ആദിമ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഓക്സിജൻ അശേഷമുണ്ടായിരുന്നില്ല. ആ അന്തരീക്ഷത്തിൽ ഓക്സിജൻ ഇല്ല എങ്കിലും അമോണിയ, മീഥേൻ, ഹൈഡ്രജൻ, നൈട്രജൻ തുടങ്ങിയ വാതകങ്ങൾ വേണ്ടുവോളം അളവിൽ, ഒരുപക്ഷെ അവയിൽ പലതും ഇന്ന് നാം നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ കാണുന്നതിനേക്കാൾ വളരെ കൂടുതലായി ഉണ്ടായിരുന്നു എന്നാണ് അവർ പറയുന്നത്. ഇങ്ങനെ ചില പ്രത്യേക വാതകങ്ങൾ കൂടിച്ചേർന്നുണ്ടായ ആദിമ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് സൂര്യനിൽ നിന്ന് വരുന്ന അൾട്രാവയലറ്റ് കിരണങ്ങൾ അതിശക്തമായി പതിക്കുകയും അതിന്റെ ഫലമായി ഈ വാതകങ്ങളിൽ രാസപ്രവർത്തനം സംഭവിക്കുകയും തൽഫലമായി കാർബോഹൈഡ്രേറ്റുകളും ചിലതരം അമിനോ ആസിഡുകളും ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്തു എന്നാണ് ഈ സിദ്ധാന്തത്തിന്റെ ആകത്തുകയായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. രാസപ്രവർത്തനത്തിന്റെ ഫലമായി ഉണ്ടായ കെമിക്കൽസ് സമുദ്ര ജലത്തിൽ കലരുകയും അതൊരു ആദിമ സൂപ്പ് അഥവാ പ്രൈമോർഡിയൽ സൂപ്പായി പരിവർത്തിപ്പിക്കപ്പെടുകയും ചെയ്തു. ഈ സൂപ്പിനകത്തേക്ക് സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് രശ്മികൾ പതിക്കുന്നു. അതല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ നിന്ന് തന്നെ അതിശക്തമായ വോൾട്ടേജ് പ്രവഹിക്കാൻ ശക്തിയുള്ള ഇടിമിന്നലുകൾ പ്രവഹിക്കുന്നു. ഈ പ്രവാഹത്തിന്റെ ഫലമായി സമുദ്ര ജലത്തിൽ അഥവാ സമുദ്രത്തിലെ ആദിമ സൂപ്പിൽ സംഭവിച്ച പരിവർത്തനങ്ങളുടെ ഫലമായി ജീവൻ ഉത്ഭവിച്ചു എന്നാണ് ഈ സിദ്ധാന്തം മുന്നോട്ട് വയ്ക്കുന്നത്. ഇതാണ് ലോകം ഇന്ന് ഏതാണ്ട് അംഗീകരിച്ചു വരുന്ന, വ്യാപകമായി പഠിപ്പിക്കപ്പെട്ടു വരുന്ന തിയറി ഓഫ് കെമിക്കൽ ഇവല്യൂഷൻ. ഈ രീതിയിലാണ് അത്രേ ഭൂമിയിൽ ജീവൻ ഉത്ഭവിച്ചത്. എന്നാൽ ഈ സിദ്ധാന്തവും അത്രത്തോളം ശാസ്ത്രീയമൊന്നുമല്ല. അതിൽ ഒരുപാട് അപാകതകളുണ്ട് എന്ന് വളരെ പ്രഗത്ഭരായ ശാസ്ത്രകാരന്മാർ തന്നെ നേരത്തെ മുതൽ തന്നെ ചർച്ചകൾ ചെയ്യുന്നുണ്ട്. ഇപ്പോഴും അവർ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അവർ അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഏറ്റവും ആദ്യമായി ഇംഗ്ലീഷ് അസ്ട്രോണമർ ആയിരുന്ന, അതുപോലെ തിയറി ഓഫ് സ്റ്റെല്ലാർ ന്യൂക്ലിയോസിന്തസിന്റെ ഉപജ്ഞാതാവായ, അതുപോലെ തന്നെ
പ്രപഞ്ചോൽപത്തി സിദ്ധാന്തങ്ങളിൽ ഒന്നായിരുന്ന ദ സ്റ്റഡി സ്റ്റേറ്റ് യൂണിവേഴ്സ് എന്ന സിദ്ധാന്തത്തെ ലോകത്തിന് സമർപ്പിച്ച 3 പേരിൽ ഒരാൾ ആയ ഫ്രെഡ് ഹോയിൽ എന്ന പ്രഗത്ഭനായ ശാസ്ത്രജ്ഞൻ, അദ്ദേഹം ഇതിനെക്കുറിച്ച്, ഈ ജീവോൽപത്തി സിദ്ധാന്തത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, ആദിമ അന്തരീക്ഷം ഇങ്ങനെയായിരുന്നു, അതിൽ അൾട്രാവയലറ്റ് കിരണങ്ങൾ പതിച്ചു, അതല്ലെങ്കിൽ ഇടിമിന്നലുകൾ പതിച്ചു, അതിന്റെ അടിസ്ഥാനത്തിൽ ജീവൻ ഉത്ഭവിച്ചു എന്നൊക്കെ പറയുന്ന ഒരു സിദ്ധാന്തം. ഈ സിദ്ധാന്തത്തെ അദ്ദേഹം ബോയിങ് 747 എന്ന വിമാനത്തോടാണ് ഉപമിക്കുന്നത്. അദ്ദേഹം പറയുന്നു, ഒരു വിമാനം നിർമ്മിക്കാനുള്ള മുഴുവൻ സ്പെയർ പാർട്സുകളും ഒരു സ്ഥലത്ത് ചിതറിക്കിടപ്പുണ്ട് എന്ന് കരുതുക. ജങ്ക് യാർഡ് എന്ന പേരാണ് അദ്ദേഹം അതിനുവേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. ജങ്ക് യാർഡിൽ അഥവാ ചവറുകളൊക്കെ വാരി വലിച്ച് നിരത്തിയിരിക്കുന്ന ഒരു പ്രദേശത്ത് ഒരു വിമാനത്തിന്റെ മുഴുവൻ സ്പെയർ പാർട്സുകളും അവിടെ ഇവിടെയായിട്ട് ചിതറിക്കിടക്കുന്നു എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ആ ചിതറിക്കിടക്കുന്ന വിമാന പാർട്സുകളിൽ ഗംഭീരമായ ഒരു ചുഴലിക്കാറ്റടിക്കുകയും ഈ വിമാനത്തിന്റെ പാർട്സ് ചുഴലിക്കാറ്റിന്റെ ശക്തി കൊണ്ട് പരസ്പരം പറക്കാൻ തുടങ്ങുകയും അവ പരസ്പരം ബന്ധിക്കപ്പെടുകയും യോജിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ അവസാനം കാറ്റ് അവസാനിച്ചപ്പോഴേക്ക് പറക്കാൻ റെഡിയായി നിൽക്കുന്ന വളരെ സുന്ദരമായ ഒരു വിമാനം തയ്യാറാകും എന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവർക്കൊക്കെ ഈ തിയറി ഓഫ് കെമിക്കൽ ഇവല്യൂഷൻ വിശ്വസിക്കാം. അഥവാ വ്യത്യസ്ത ദിക്കിൽ ചിതറിക്കിടക്കുന്ന ഒരു വിമാനത്തിന്റെ പാർട്സുകൾ ഒരു ചുഴലിക്കാറ്റടിക്കുമ്പോഴേക്ക് പരസ്പരം കൃത്യമായി കൂട്ടിയോജിച്ച് കൃത്യമായി മനുഷ്യന് സഞ്ചരിക്കാൻ കഴിയുന്ന, ആകാശത്തുകൂടെ പറക്കാൻ കഴിയുന്ന ഒരു വിമാനമായി മാറുമോ എന്നതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. അങ്ങനെ മാറാൻ കഴിയില്ല എന്നാണ് മനുഷ്യന്റെ ബുദ്ധി പറയുന്നത്. ഇന്നുവരെ അങ്ങനെ ഒരു സംഭവം ലോകത്തെവിടെയും ഉണ്ടായിട്ടുമില്ല. അത്രമാത്രം യുക്തിരഹിതവും ബുദ്ധിശൂന്യവുമാണ് യഥാർത്ഥത്തിൽ തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ എന്നാണ് ഫ്രെഡ് ഹോയിൽ എന്ന ശാസ്ത്രജ്ഞൻ എഴുതിയത്. ആദിമ ഭൗമ അന്തരീക്ഷത്തിൽ ഓക്സിജൻ ഇല്ലായിരുന്നു എന്നതാണ് തിയറി ആദ്യമായി പറയുന്നത്. പിന്നീട് അവിടെ എന്തെല്ലാം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം അതിൽ അൾട്രാവയലറ്റ് രശ്മിയോ അതല്ലെങ്കിൽ ഇടിമിന്നലോ ഒക്കെ പതിച്ചതിനെക്കുറിച്ചും പുതിയ ചില ഉൽപ്പന്നങ്ങൾ അതിൽ നിന്ന് ഉണ്ടായതിനെക്കുറിച്ചും ഈ സിദ്ധാന്തം നമ്മോട് പറയുന്നുണ്ട്. ഇതിനെ നമ്മൾ ഒന്നൊന്നായി പരിശോധിച്ചു വരുമ്പോൾ ഫ്രെഡ് ഹോയിലൊക്കെ പറഞ്ഞതുപോലെ തികച്ചും യുക്തിരഹിതവും ശാസ്ത്രവിരുദ്ധവുമായ ചില പരാമർശങ്ങളാണ് ഇത് എന്ന് കാണാൻ പ്രയാസമില്ല. ഉദാഹരണത്തിന് നമുക്ക് ഓക്സിജന്റെ കാര്യമെടുക്കാം. ആദിമ ഭൗമ അന്തരീക്ഷത്തിൽ ഓക്സിജൻ ഉണ്ടായിരുന്നില്ല എന്നാണ് ഈ തിയറി ഓഫ് കെമിക്കൽ ഇവല്യൂഷൻ നമ്മെ പഠിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ അത് സത്യമായിരുന്നുവോ? ഏകദേശം 4.3 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ഭൗമ അന്തരീക്ഷത്തെക്കുറിച്ചാണ് ഇവർ സംസാരിക്കുന്നത്. വളരെ ലളിതമായി ഒരു സാധാരണക്കാരന്റെ ഭാഷയിൽ നമുക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാമല്ലോ. 4.3 ബില്യൺ വർഷങ്ങൾ മുമ്പ് ഉണ്ടായിരുന്ന ഒരു അന്തരീക്ഷം, അതിൽ എന്തുണ്ടായിരുന്നു എന്ത് ഉണ്ടായിരുന്നില്ല എന്നത് ആരാണ് അന്ന് നിരീക്ഷിച്ച് പരീക്ഷിച്ച് കണ്ടുപിടിച്ചത്? അങ്ങനെ ആർക്കെങ്കിലും അത് നിരീക്ഷിക്കാൻ സാധിച്ചിരുന്നുവോ? ആരെങ്കിലും പരീക്ഷണത്തിലൂടെ അങ്ങനെ ഒരു സംഭവം കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഇല്ല, അതിനാർക്കും സാധിച്ചിട്ടില്ല. അങ്ങനെ ഒരു സംഭവം ശാസ്ത്രലോകത്ത് ഇന്നോളം ഉണ്ടായിട്ടില്ല. പിന്നെ എങ്ങനെയാണ് അന്നത്തെ ഭൗമിക അന്തരീക്ഷത്തിൽ ഓക്സിജൻ ഉണ്ടായിരുന്നില്ല എന്ന് തീർത്തു പറയുന്നത്? എങ്ങനെയാണ്? അതിന്റെ ചില നിഗൂഢ രഹസ്യങ്ങളെ കുറിച്ച് ഞാൻ അല്പം കഴിഞ്ഞിട്ട് പറയാം. ഏതായിരുന്നാലും ആദിമ ഭൗമിക അന്തരീക്ഷത്തിൽ ഓക്സിജൻ ഉണ്ടായിരുന്നില്ല എന്ന പരാമർശം പരമമായ തെറ്റായിരുന്നു എന്ന് ശേഷം വന്ന നിരവധി ഗവേഷകർ തെളിയിച്ചിട്ടുണ്ട്. നമ്മൾ മാത്രം പറയുന്ന ഒരു കാര്യമായിട്ട് ഇതിനെ ആരും വിശ്വസിക്കുകയോ അംഗീകരിക്കുകയോ ചെയ്യേണ്ടതില്ല. ഉദാഹരണമായി ജേണൽ ഓഫ് ജിയോഫിസിക്കൽ റിസർച്ചിൽ 1968 ആർട്ടി ബ്രിങ്ക്മാൻ എഴുതിയ ഡിസോസിയേഷൻ ഓഫ് വാട്ടർ വേപ്പർ ആൻഡ് ഇവല്യൂഷൻ ഓഫ് ഓക്സിജൻ ഇൻ ദി ടെറസ്ട്രിയൽ അറ്റ്മോസ്ഫിയർ എന്ന ശാസ്ത്ര പഠനം ഒന്ന് വായിച്ചു നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ ആദിമ അന്തരീക്ഷത്തിന് ഇന്നത്തേക്കാൾ വലിയ മാറ്റങ്ങളൊന്നുമില്ലെന്നും ഓക്സിജൻ ഇല്ല എന്ന് പറയുന്നത് ശരിയല്ലെന്നുമൊക്കെ സ്ഥാപിച്ചുകൊണ്ട് നാഷണൽ അക്കാദമി ഓഫ് സയൻസ് പ്രൊസീഡിങ്സിന്റെ 1965 പ്രസിദ്ധീകരിച്ച ഒരു പതിപ്പിൽ CF ഡേവിസൺ അദ്ദേഹത്തിന്റെ ജിയോ കെമിക്കൽ ആസ്പെക്ട്സ് ഓഫ് അറ്റ്മോസ്ഫിയറിക് എവല്യൂഷൻ
എന്ന പഠനം അതിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കാവുന്നതാണ്. ഇനി ആദിമ അന്തരീക്ഷത്തിൽ ഓക്സിജൻ ഉണ്ടായിരുന്നില്ല എന്ന് നേരത്തെ പറഞ്ഞ ഗവേഷകർ അഥവാ തിയറി ഓഫ് കെമിക്കൽ ഇവല്യൂഷൻ അവതരിപ്പിച്ച ഗവേഷകരും അവരുടെ വാദങ്ങളെ അപ്പടി തൊണ്ട തൊടാതെ വിഴുങ്ങിയ മറ്റ് ആളുകളുമൊക്കെ ഓക്സിജൻ ഇല്ലായിരുന്നു എന്ന് പ്രചരിപ്പിക്കാൻ എന്തായിരുന്നു കാരണം? തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞതല്ല, അന്നത്തെ അന്തരീക്ഷത്തെക്കുറിച്ച് ഒരു പരിശോധനയോ പഠനമോ നടത്തിയതിനു ശേഷം പറഞ്ഞതല്ല എന്തെല്ലാം എല്ലാവർക്കും ഉറപ്പാ. പിന്നെ എന്തിനാണ് അത് പറഞ്ഞത്? ഈ ഒരു നിഗൂഢ രഹസ്യത്തെ പല ശാസ്ത്രകാരന്മാരും വെളിപ്പെടുത്തിയിട്ടുണ്ട്. അവർ പറയുന്നത് അന്തരീക്ഷത്തിൽ ഓക്സിജൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഇവർ പറയുന്ന തരത്തിലുള്ള ഒരു കെമിക്കൽ ഇവല്യൂഷനും നടക്കില്ല. കാരണം ഓക്സിജന്റെ സാന്നിധ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ഓക്സിഡേഷൻ അഥവാ ഓക്സീകരണം എന്ന ഒരു പ്രതിഭാസം സംഭവിക്കുകയും രാസപ്രവർത്തനം ഇവരീ പറയുന്ന രൂപത്തിൽ സാധ്യമാകാതെ വരികയും ചെയ്യും. അതുകൊണ്ടാണ് ആദ്യമേ തന്നെ മുൻകൂർ ജാമ്യമെടുക്കുക എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയുന്നത് പോലെ ഈ ഒരു അന്തരീക്ഷത്തിൽ ഓക്സിജൻ ഇല്ലായിരുന്നു എന്ന് ആദ്യം അങ്ങ് പ്രസ്താവിക്കുകയാണ്. അത് ഉണ്ടായാൽ പിന്നീട് പറയുന്ന കാര്യങ്ങളൊന്നും ശരിയാവില്ലെന്നും ശാസ്ത്രീയമായി ഖണ്ഡിക്കപ്പെടുമെന്നും ഉറപ്പുള്ളത് കൊണ്ടാണ് ഓക്സിജൻ ഇല്ല എന്ന് ആദ്യമേ പറഞ്ഞു വെച്ചതെന്നാണ് അതിനെക്കുറിച്ച് ഗവേഷണം നടത്തിയ ആളുകൾ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ആദിമ അന്തരീക്ഷത്തിൽ ഓക്സിജൻ ഇല്ലായിരുന്നുവെങ്കിലും ബാഷ്പത്തിന്റെ രൂപത്തിൽ ജലമുണ്ടായിരുന്നു എന്ന് അവരുടെ സിദ്ധാന്തത്തിൽ പറയുന്നുണ്ട്. ആ അന്തരീക്ഷത്തിൽ ജലകണങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ സൂര്യനിൽ നിന്ന് വരുന്ന ശക്തമായ അൾട്രാ വയലറ്റ് കിരണങ്ങൾ പതിക്കുന്നത് കൊണ്ട് തന്നെ ഫോട്ടോലിസിസ് സംഭവിക്കുകയും ജലം ഓക്സിജനായും ഹൈഡ്രജനായും വിഘടിക്കുകയും ചെയ്യും എന്നാണ് ശാസ്ത്രകാരന്മാർ പറയുന്നത്. രസതന്ത്രം പഠിച്ചവരെ സംബന്ധിച്ചിടത്തോളം ഇത് അത്ഭുതമുള്ള കാര്യമൊന്നുമല്ല. നമ്മുടെ ഭൂമിയിൽ പോലും പല പ്രക്രിയകളിലും ഇത്തരത്തിലുള്ള ഫോട്ടോലിസിസ് വഴി ജലം വിഘടിച്ച് ഹൈഡ്രജനും ഓക്സിജനും സ്വതന്ത്രമാകുന്നതൊക്കെ നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യം തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ ജലബാഷ്പമുണ്ടാവുകയും ഉണ്ടെന്ന് പറയുകയും ഓക്സിജൻ ഇല്ലെന്ന് പറയുകയും ചെയ്യുന്നത് ശരിയാവില്ലെന്നാണ് ശാസ്ത്രജ്ഞന്മാർ വിവരിക്കുന്നത്. കാരണം ജലബാഷ്പത്തിൽ അൾട്രാ വയലറ്റ് കിരണങ്ങൾ പതിച്ചു കഴിഞ്ഞാൽ അതിൽ ഫോട്ടോലിസിസ് എന്ന പ്രക്രിയ വഴി ഹൈഡ്രജനും ഓക്സിജനും വേർതിരിയുകയും ഓക്സിജൻ സ്വതന്ത്രമായി അന്തരീക്ഷത്തിലേക്ക് വരികയും ചെയ്യും. അത് ഇല്ല എന്ന് പറയാൻ സാധിക്കില്ല എന്ന് ശാസ്ത്രീയമായി നിരവധി പേർ തെളിയിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ ആദിമ അന്തരീക്ഷത്തിൽ ഓക്സിജൻ ഇല്ലായിരുന്നു എന്ന വാദം ശാസ്ത്രീയമായി ഒരു വലിയ തെറ്റാണ്. ഫ്രെഡ് ഹോയിൽ പറഞ്ഞതുപോലെ യുക്തിയുള്ള, ബുദ്ധിയുള്ള, ശാസ്ത്രജ്ഞാനമുള്ള ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കഥ മാത്രമാണ് യഥാർത്ഥത്തിൽ ഇന്ന് സ്കൂൾ തല പാഠപുസ്തകങ്ങൾ മുതൽ വലിയ വലിയ കോളേജ് ലെവലിലും മറ്റുമൊക്കെ പഠിപ്പിക്കപ്പെട്ടു വരുന്ന ഈ തിയറി ഓഫ് കെമിക്കൽ ഇവല്യൂഷൻ. ഇതിനൊരു രണ്ടാം ഘട്ടമുണ്ട്. അവർ പറയുന്നത് ഓക്സിജൻ ഇല്ല, പിന്നെ എന്താ ഉണ്ടായിരുന്നത്? മീഥേൻ ഉണ്ടായിരുന്നു. നമുക്കറിയാം ഇന്നത്തെ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ മീഥേൻ ഉണ്ട്. 0.00017% ആണ് ഇന്നത്തെ അന്തരീക്ഷത്തിലെ മീഥേൻ. അത്രയും ചെറിയ ഒരു ട്രേസ് എലിമെന്റ് മാത്രമാണ് മീഥേൻ എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ഈ ഒരു ട്രേസ് എലമെന്റിൽ നിന്ന് ഇവർ ഈ പറയണത് പോലെ രാസപ്രവർത്തനങ്ങൾ നടന്ന് അതുവഴി കാർബോഹൈഡ്രേറ്റ്സും അമിനോ ആസിഡ്സും ഒക്കെ ഉൽപ്പാദിപ്പിക്കപ്പെടും എന്ന് പറയാൻ ഒരു ന്യായവുമില്ല. അതുകൊണ്ട് തിയറി ഓഫ് കെമിക്കൽ ഇവല്യൂഷന്റെ ആളുകൾ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പക്ഷേ ഈ പരിണാമ വിശ്വാസികളായ കുറെ ആളുകൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അന്നത്തെ അന്തരീക്ഷത്തിൽ ഇന്നുള്ളതിനേക്കാൾ 1000 മടങ്ങ് അധികം മീഥേൻ ഉണ്ടായിരുന്നു എന്നാണ്. അപ്പോഴേ അവർ വിചാരിച്ച കാര്യം നടക്കും. അതുകൊണ്ടാണ് ഇവിടെയും നമുക്ക് നേരത്തെ ചോദിച്ച ചോദ്യം ആവർത്തിക്കാനുണ്ട്. 4.3 ബില്യൺ വർഷങ്ങൾ മുമ്പുള്ള കാര്യമാണല്ലോ ഈ പറയുന്നത്. അന്നത്തെ മീഥേനിന്റെ അളവ് ഇന്നത്തെ മീഥേനിന്റെ അളവിനേക്കാൾ 1000 മടങ്ങ് അധികമുണ്ടായിരുന്നു എന്നെങ്ങനെയാണ് തെളിഞ്ഞത്? ആരാണ് തെളിയിച്ചത്? ആ ശാസ്ത്രജ്ഞന്റെ പേരൊന്ന് പറയാമോ? അദ്ദേഹം നടത്തിയ പരീക്ഷണം അത് എപ്പോഴായിരുന്നു, എവിടെ വെച്ചായിരുന്നു എന്നൊന്നും പറയാൻ സാധിക്കൂ? ഒന്നുമില്ല, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടുമില്ല. വായി തോന്നിയത് പറയുന്നു. അതായത് ആദ്യമായി റിസൾട്ട് ഉണ്ടാകണം എന്ന് മനസ്സിൽ ധരിച്ചു വെക്കുകയും ആ റിസൾട്ട് ഉണ്ടാകാൻ ആവശ്യമായ വിവിധ തരം കെമിക്കലുകൾ അതിന്റെ കൃത്യമായ അളവിൽ നേരത്തെ കാലത്ത് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്നു എന്ന്
പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇതിനെല്ലാം പുറമെ നിരവധി ശാസ്ത്രജ്ഞന്മാർ ഗവേഷണങ്ങൾ നടത്തി ആദിമ ഭൗമ അന്തരീക്ഷത്തിലെ മീഥേനിന്റെ നിലവാരം എത്രയായിരുന്നു, അതിന്റെ അളവ് എത്രയായിരുന്നു എന്നൊക്കെ അവർ കണ്ടുപിടിച്ചിട്ടുണ്ട്. അവരുടെ ശാസ്ത്രീയ ഗവേഷണ പഠനങ്ങൾ വിവിധ ജേണലുകളിൽ പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ഒരു തവണ വായിക്കണം എന്ന് മാത്രമേ എനിക്ക് ഈ സമയത്തിൽ സൂചിപ്പിക്കാനുള്ളൂ. ചിലത് ഞാനിവിടെ സൂചിപ്പിക്കാം. സയൻസ് പ്രൊസീഡിംഗ്സ് ഓഫ് റോയൽ ഐറിഷ് അക്കാദമി 1951 ഡബ്ലിൻ യൂണിവേഴ്സിറ്റിയിലെ ജിയോഫിസിക്സ് പ്രൊഫസറായ JH ഫൂലയുടെ ഒരു ആർട്ടിക്കിൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ദി ഇവല്യൂഷൻ ഓഫ് എർത്ത്സ് അറ്റ്മോസ്ഫിയർ എന്ന ആ ആർട്ടിക്കിൾ ഒരു തവണ വായിച്ചു കഴിഞ്ഞാൽ ഈ ആദിമ അന്തരീക്ഷത്തെക്കുറിച്ച് ഈ പരിണാമ വിശ്വാസികൾ പറഞ്ഞു വരുന്ന ധാരണകൾ തെറ്റായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്രകാരം തന്നെ ജിയോളജിക്കൽ സൊസൈറ്റി ഓഫ് അമേരിക്ക ഏതാനും ശാസ്ത്രജ്ഞന്മാരുടെ ബഹുമാനാർത്ഥം പുറത്തിറക്കിയ പതിപ്പിൽ ഹെൻറിച്ച് ഹോളണ്ട് എഴുതിയ മോഡൽ ഫോർ ദ ഇവല്യൂഷൻ ഓഫ് ദ എർത്ത്സ് അറ്റ്മോസ്ഫിയർ എന്ന ആർട്ടിക്കിളിലും ഈ കാര്യം വളരെ വ്യക്തമായി വിശദീകരിക്കുന്നുണ്ട്. കഴിഞ്ഞില്ല, ഹെൻറിച്ച് ഡി ഹോളണ്ട് തന്നെ എഴുതി പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റി പ്രസ് പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകമുണ്ട്. ദി കെമിക്കൽ ഇവല്യൂഷൻ ഓഫ് ദ അറ്റ്മോസ്ഫിയർ ആൻഡ് ഓഷ്യൻസ് എന്നാണ് പുസ്തകത്തിന്റെ പേര്. അത് വായിച്ചു കഴിഞ്ഞാൽ ഈ കെമിക്കൽ ഇവല്യൂഷൻകാരുടെ എല്ലാ വാദങ്ങളെയും അതിൽ ശാസ്ത്രീയമായി ഗണ്ണിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ്. അതുപോലെ അമേരിക്കൻ ഫിസിക്കൽ കെമിസ്റ്റായ ഫിലിപ്പ് ഹോഗ് അബേൽസൺ 1966 നാച്ചുറൽ എഴുതിയ കെമിക്കൽ ഇവന്റ്സ് ഓൺ ദ പ്രിമിറ്റീവ് എർത്ത് എന്ന ആർട്ടിക്കിളും ഈ വാദത്തെ ഗണ്ണിക്കുന്ന വസ്തുതകൾ നിരത്തിയിട്ടുള്ളതാണ്. ഈ അവസാനം പറഞ്ഞ പഠനത്തില് അബേൽസൺ പറയുന്നത് അന്തരീക്ഷത്തിൽ അമോണിയ ഉണ്ടായിരുന്നു എന്ന് ഈ സിദ്ധാന്തക്കാർ വാദിക്കുന്നുണ്ട്. NH3 അഥവാ അമോണിയ. ഈ അമോണിയയിൽ അൾട്രാവയലറ്റ് കിരണങ്ങൾ പതിച്ചു കഴിഞ്ഞാൽ അതിൽ ഫോട്ടോലിസിസിന്റെ ഫലമായി അമോണിയ നൈട്രജനും ഹൈഡ്രജനുമായി വേർതിരിയും, അത് വിഘടിച്ചു പോകും എന്നാണ് അദ്ദേഹം സ്ഥാപിക്കുന്നത്. അപ്പോ അങ്ങനെ വിഘടിച്ചു കഴിഞ്ഞാൽ പിന്നെ അമോണിയ നിലവിലില്ല. അതുകൊണ്ട് തന്നെ അത് കൂട്ടിച്ചേർത്തുകൊണ്ട് എന്തെങ്കിലും ഒരു ഉൽപ്പന്നം, നേരത്തെ പറഞ്ഞതുപോലെയുള്ള കാർബോഹൈഡ്രേറ്റുകൾ ഉണ്ടായി, അതല്ലെങ്കിൽ അമിനോ ആസിഡുകൾ ഉണ്ടായി എന്നെല്ലാം പറയുന്നത് ശാസ്ത്രീയമായി നിലനിൽക്കില്ല എന്നാണ് അദ്ദേഹം അതിൽ തെളിയിക്കുന്നത്. അമോണിയയെ സംബന്ധിച്ചിട്ടുള്ള ഇതുപോലെയുള്ള പഠനങ്ങൾ വീണ്ടും നടന്നിട്ടുണ്ട്. ഉദാഹരണത്തിനായി JP ഫെറിസും DE നിക്കോഡേമും ചേർന്ന് 1972 ഓഗസ്റ്റ് മാസത്തിൽ നാച്ചുറൽ എഴുതിയ ഒരു ആർട്ടിക്കിൾ ഉണ്ട്. അമോണിയ ഫോട്ടോലിസിസ് ആൻഡ് ദ റോൾ ഓഫ് അമോണിയ ഇൻ കെമിക്കൽ ഇവല്യൂഷൻ എന്നാണ് അതിന്റെ പേര്. ഇതിനകത്ത് നേരത്തെ അബേൽസൺ പറഞ്ഞതുപോലെ അമോണിയ സംബന്ധിച്ച പഠനങ്ങൾ നമുക്ക് വായിക്കാൻ സാധിക്കും. ഇപ്രകാരം തന്നെ JL ബാഡയും SL മില്ലറും സയൻസിൽ എഴുതിയ 1968 ജനുവരി 26 സയൻസിൽ വന്ന ഒരു ലേഖനം, അമോണിയം അയോൺ കോൺസെൻട്രേഷൻ ഇൻ ദ പ്രിമിറ്റീവ് ഓഷ്യൻ എന്നാണ് അതിന്റെ ടൈറ്റില്. അത് വായിച്ചു നോക്കിയാലും നമുക്ക് ഈ കാര്യം മനസ്സിലാക്കാവുന്നതാണ്. ഭൂമിയുടെ ആദിമ അന്തരീക്ഷത്തെക്കുറിച്ചും അവിടെ നടന്ന രാസപ്രവർത്തനങ്ങളെക്കുറിച്ചും അതിൽ നിന്ന് ജീവ ഘടകങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന അമിനോ ആസിഡുകൾ ഉണ്ടായതിനെ പറ്റിയൊക്കെയുള്ള തിയറി ഓഫ് കെമിക്കൽ ഇവല്യൂഷനെ വിവിധ ശാസ്ത്രജ്ഞന്മാർ വിലയിരുത്തിക്കൊണ്ട് അത് അടിസ്ഥാനരഹിതമാണെന്നും അങ്ങനെ ഒരു അന്തരീക്ഷം ആദിമ ഭൂമിക്ക് ഉണ്ടായിരുന്നില്ലെന്നും ഉണ്ടാകാൻ സാധ്യതയില്ലെന്നും വളരെ വ്യക്തമായിട്ട് തെളിയിച്ചതാണ്. ഇനി ഭൂമിക്ക് അങ്ങനെ അന്തരീക്ഷം ഉണ്ടായിരുന്നു എന്ന് വാദത്തിന് വേണ്ടി തൽക്കാലം നമ്മൾ സമ്മതിച്ചു എന്ന് തന്നെ കരുതുക. അതിൽ രാസപ്രവർത്തനങ്ങൾ നടന്നു എന്ന് നമ്മൾ കരുതുക. സമുദ്രത്തിൽ പ്രൈമോഡിയൽ സൂപ്പ് രൂപപ്പെട്ടു എന്നും നമ്മൾ കരുതുക. എന്താണ് അതിന്റെ ഉൽപ്പന്നം? ചില കാർബോഹൈഡ്രേറ്റുകളും അമിനോ ആസിഡുകളുമാണ്. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ജീവനുണ്ടായതെങ്ങനെ എന്നാണ്. ഈ ആദിമ അന്തരീക്ഷത്തെക്കുറിച്ചുള്ള കഥകൾ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞാലും ജീവനുണ്ടായോ ഇല്ലേ എന്ന ചോദ്യത്തിന് ഉത്തരമില്ല. അമിനോ ആസിഡുകൾ ഉണ്ടായി എന്നേ പറയാൻ പറ്റൂ. അതല്ലാതെ ജീവൻ എങ്ങനെയുണ്ടായി, അതിന് ഈ തിയറിയിലും ഈ സിദ്ധാന്തത്തിലും ഒരു മറുപടിയും നമ്മൾ കാണുന്നില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, ഒന്ന്, ഈ സിദ്ധാന്തം അടിമുടി തെറ്റാണ്, ശാസ്ത്രീയമായി അത് തെളിയിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, ഇവർ പറഞ്ഞതിന് വിരുദ്ധമായ ഒരു അന്തരീക്ഷമാണ് ആദിമ ഭൂമിക്കുണ്ടായിരുന്നതെന്ന് നിരവധി ശാസ്ത്രകാരന്മാർ തെളിയിച്ചിട്ടുള്ളതാണ്.
ഇനി വാദത്തിന് വേണ്ടി സമ്മതിച്ചാൽ തന്നെയും ജീവനുണ്ടായോ എന്ന് ചോദിച്ചാൽ ജീവനുണ്ടായതിന് തെളിവ് ഈ പറയുന്ന സിദ്ധാന്തത്തിലും ഇല്ല. നേരെ മറിച്ച് കാർബോഹൈഡ്രേറ്റുകളും അമിനോ ആസിഡുകളും ഉണ്ടായി എന്ന് മാത്രമേ ഈ സിദ്ധാന്തക്കാർക്കും സമർത്ഥിക്കാൻ സാധിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ പരിണാമത്തിന്റെ തെളിവുകളെക്കുറിച്ച് പറഞ്ഞു വരുന്ന സമയത്ത് പരിണാമം സംഭവിക്കണമെങ്കിൽ ആദ്യമായി ഒരു ജീവി ഉണ്ടാകണം. ആ ആദിമ ജീവിയിൽ പരിണാമം സംഭവിച്ചിട്ട് വേണം പിന്നീട് മറ്റൊരു ജീവിവർഗം ഉണ്ടാകാൻ. എന്നിട്ട് പിന്നീട് അതിന് പരിണാമം സംഭവിച്ച് മറ്റൊരു ജീവിവർഗം ഉണ്ടാകണം. അങ്ങനെയാണല്ലോ സ്ഥൂല പരിണാമത്തിന്റെ ശൃംഖല നീണ്ടുപോവുക. അങ്ങനെയാകുമ്പോൾ ആദ്യമായി ഒരു ജീവി എങ്ങനെയുണ്ടായി എന്ന ചോദ്യത്തിന് ഇന്നോളം ഒരു പരിണാമ വിശ്വാസിയുടെയും കയ്യിൽ ഒരു തെളിവുമില്ല. ആർക്കും അതിനെക്കുറിച്ച് ഒന്നും പറയാൻ സാധിക്കുന്നില്ല. ഒരു ഏകകോശ ജീവിയോ ഏകകോശം പോലും ഇല്ലാത്ത മറ്റെന്തെങ്കിലും ജീവവസ്തുക്കളോ എങ്ങനെയുണ്ടായി, എവിടെയുണ്ടായി എന്ന ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരവും ശാസ്ത്രലോകത്തിന്റെ കയ്യിലില്ല. പക്ഷേ പരിണാമത്തെ സ്ഥാപിച്ചെടുക്കാനുള്ള ധൃതിയിലും ബദ്ധപ്പാടിലുമൊക്കെ ഞങ്ങൾ ജീവനൊക്കെ കണ്ടുപിടിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചില ആളുകൾ.